ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള വോയിസസ് ഇൻ യൂണിസൺ എന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റെയിൻബോ പീപ്പിൾ എന്നുള്ള സ്റ്റോറിയും അതിലുള്ള തുടർന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. മക്കളെ, ചിത്രം കണ്ടോ? നമ്മുടെ പാഠം തുടങ്ങുന്നതിന് മുന്നുള്ള ചിത്രം. എന്താ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? ഒരു ഡോഗ് വെള്ളത്തിൽ വീണു അതിനെ ആളുകൾ രക്ഷിക്കുന്നതാണല്ലേ. ആദ്യം ഒരാൾ പിടിക്കുന്നു, അയാളുടെ കൈകളിലായിട്ട് വേറൊരാൾ, അയാളുടെ കൈകളിലായിട്ട് വേറൊരാൾ, അങ്ങനെ എല്ലാവരും കൂടെ ഒത്തൊരുമയോട് കൂടിയിട്ട് ആ നായയെ രക്ഷപ്പെടുത്തുന്ന ചിത്രമാണല്ലേ. ഒരു ഒരുമയുടെ, അതുപോലെ സഹായത്തിന്റെ, നല്ല മനസ്സിന്റെ, മനുഷ്യത്വത്തിന്റെ ഒരു ചിത്രമാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. അതും താഴെ ഹെലൻ കെല്ലറിന്റെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്. എന്താണ് അങ്ങനെ പറഞ്ഞത്? എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ഒറ്റയ്ക്ക് നമുക്ക് ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്, എന്നാൽ ഒരുമിച്ചാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു കൂട്ടം നമ്മുടെ പിന്നിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. Now look at the picture. ഇവിടെ ഒരു ചിത്രം കണ്ടോ മക്കളെ? എന്താണ്? ഒരുപാട് കൂട്ടുകാർ ചേർന്നിട്ട് കടൽ തീരത്ത് മണൽ ഉപയോഗിച്ച് ഒരു പാലസ് ഉണ്ടാക്കുന്ന ചിത്രമാണല്ലേ, കൊട്ടാരം നിർമ്മിക്കുന്ന ചിത്രമാണ്. അതിന് താഴെ നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? ഇതിലുള്ള കുട്ടികൾ എന്താ ചെയ്യുന്നത്? They are playing. അവർ കളിക്കുകയാണ്. They are making palace using sand. അവർ മണൽ ഉപയോഗിച്ച് പാലസ് ഉണ്ടാക്കുകയാണ്, കൊട്ടാരം നിർമ്മിക്കുകയാണ്. Question 2. Do the children help each other? ഈ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ടോ? ഹൗ, എങ്ങനെ? ഉണ്ടല്ലേ. നോക്കിക്കേ, ഒരുപാട് കുട്ടികൾ മണൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്, ചില കുട്ടികൾ അത് നിർമ്മിക്കുന്നുണ്ട് അല്ലേ. നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, ദേ ആർ വർക്കിംഗ് ടുഗെദർ ആൻഡ് ഹെൽപ്പിംഗ് ഈച്ച് അതർ ടു ബിൽഡ് ദ സാൻഡ് കാസിൽ. അതെ, അവർ ഒരുമിച്ച് ആണ് ജോലി ചെയ്യുന്നത്. അവരൊരുമിച്ച് എന്താണ് മണൽ കൊണ്ടുള്ള പാലസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്. Question 3. Have you worked with your friends to make something interesting? Share your experiences. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടോ, വർക്ക് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യെസ് ആണെങ്കിൽ യെസ് എന്ന് എഴുതാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിൽ ഒട്ടുമിക്ക ആളുകളും ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ആർട്സും സ്പോർട്സും ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ നമ്മളുടെ സയൻസ് ഫെയർ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കാറുണ്ട് അല്ലേ. ആ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. Here is a story about people who stand together to make their home safe and peaceful. നമുക്ക് പഠിക്കാനുള്ള സ്റ്റോറി എന്താ മക്കളെ? ഒരു കൂട്ടം ജനത അവരൊരുമിച്ച് നിന്ന് അവരുടെ വീട് സന്തോഷപൂർണവും അതുപോലെ സുരക്ഷിതവും സമാധാനപൂർണവുമാക്കുന്നതിൻ്റെ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ റെയിൻബോ പീപ്പിൾ എന്ന് വെച്ചാൽ എന്താ? റെയിൻബോ എന്ന് വെച്ചാൽ മഴവില്ല അല്ലേ. അപ്പോൾ സംതിങ് റിലേറ്റഡ് ടു ദെയർ യൂണിറ്റി, അവരുടെ ഒരുമയെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് മേക്ക് ദം ബ്യൂട്ടിഫുൾ. ആ ഒരുമ അവരെന്താക്കുന്ന, അവരെ ഭംഗിയുള്ളവരാക്കുന്നതായിരിക്കും അല്ലേ. നമുക്ക് വായിച്ചു നോക്കാം. ബെനീത്ത് ദ ക്വയറ്റ് സ്കൈ. ബെനീത്ത് എന്ന് വെച്ചാൽ താഴെ, ക്വയറ്റ് എന്ന് വെച്ചാൽ ശാന്തമായിരിക്കുന്ന ആകാശത്തിന് താഴെ. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. ഒരു വാസ്റ്റ് എന്ന് വെച്ചാൽ വിശാലമായ, സാൻഡി ലാൻഡ് മണൽ കൊണ്ടുള്ള പ്രദേശമാണ്, മണൽ തീരത്ത്. ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്, അവിടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു വില്ലേജ് ഉണ്ടായിരുന്നു, ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ദ വില്ലേജേഴ്സ് വർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. ആ വില്ലേജിലുള്ള ആളുകളെല്ലാം, ഗ്രാമവാസികളെല്ലാം വളരെ എന്താ പറയുക, കൈൻഡ് ഹാർട്ടഡ് ആയിരുന്നു, അതായത് ദയാഹൃദയമുള്ളവരും സിമ്പിളായിട്ട് ജീവിക്കുന്നവരുമായിരുന്നു. ദേ ഹാഡ് നെവർ മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ്. അവർ പുറത്തുള്ള ഒരാളുകളെയും അതുവരെയായിട്ട് മീറ്റ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ദേ എൻജോയ്ഡ് ദ കാം ആൻഡ് ക്വയറ്റ് ലൈഫ് ഓഫ് ദെയർ വില്ലേജ്. അവരവരുടെ വില്ലേജിൻ്റെ ആ ശാന്തതയിലും സ്വസ്ഥതയിലുമായിട്ട് ജീവിക്കുകയായിരുന്നു, അതിൽ അവർ സന്തോഷം കണ്ടെത്തി ജീവിക്കുകയായിരുന്നു. വൺ ബ്രൈറ്റ് മോർണിംഗ് ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോവിങ് ഗോൾഡൻ ലൈറ്റ് അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ. ഒരു ബ്രൈറ്റ് മോർണിംഗിൽ, ഒരു തെളിഞ്ഞ ദിവസം, ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോവിങ് ഗോൾഡൻ ലൈറ്റ്, സൂര്യൻ അതിൻ്റെ തിളങ്ങുന്ന പ്രകാശം അവിടെ സ്പ്രിങ്കിൾ ചെയ്തു. സ്പ്രിങ്കിൾഡ് എന്ന് വെച്ചാൽ എന്താ? തളിച്ചു. ഓക്കെ, അതായത് സൂര്യൻ നല്ല ലൈറ്റോട് കൂടിയിട്ട്, നല്ല പ്രകാശത്തോട് കൂടിയിട്ട് സൂര്യൻ തെളിഞ്ഞു.
ദ വില്ലേജേഴ്സ് ഗ്യാതേർഡ് ഇൻ ദെയർ യൂഷ്വൽ സ്പോട്ട്സ്. അപ്പോൾ അവിടെ വില്ലേജേഴ്സൊക്കെ, ഗ്രാമവാസികളൊക്കെ ഒരു പ്രത്യേക സ്ഥലത്താണ് അവർ ഒരുമിച്ച് കൂടുക. അപ്പോൾ അവരെല്ലാവരും അവിടെ ഗ്യാദർ ചെയ്തു, അവിടെ ഒരുമിച്ച് കൂടി. സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്. ചിലർ വലിയ മരങ്ങളുടെ തണലിൽ താഴെ ഇരുന്നു, റെസ്റ്റ് ചെയ്തു. സം പീപ്പിൾ സാറ്റ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ സോഫ്റ്റ് സാൻഡ്. ചില ആളുകൾ എന്ത് ചെയ്തു, ഇങ്ങനെ കാല് ക്രോസ് ചെയ്തിട്ട്, കാലിങ്ങനെ ക്രോസ് ലെഗ് ചെയ്തിട്ട് ഇരിക്കില്ല, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുന്ന പോലെ, അതുപോലെ ആ മണലിൽ ഇരുന്നു. A few children lay on the ground sketching patterns in the sand with sticks. ചില കുട്ടികൾ എന്ത് ചെയ്തു, വടി കൊണ്ട് ഇങ്ങനെ മണലിൽ പാറ്റേൺസ് ഒക്കെ ഇങ്ങനെ വരയ്ക്കുന്ന പോലെ അവിടെ ആ ഗ്രൗണ്ടിൽ താഴെ തന്നെ ഇരുന്നു. അതിന് താഴെ തന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കൂ. Question 1, വാട്ട് മെയ്ഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ? ആ വില്ലേജിനെയും അതിലെ ആളുകളെയും സ്പെഷ്യൽ ആക്കുന്നത് എന്താണ്? The villagers were simple and kind-hearted. They had never met any outsider. They enjoyed the calm and quiet life of their village. Question 2, have you ever drawn pictures on sand? When and where? നിങ്ങൾ എപ്പോഴെങ്കിലും സാൻഡിൽ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടോ, മണലിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എപ്പോൾ, എവിടെ എന്ന് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എവിടെ വെച്ചാണെന്ന് എഴുതിയാൽ മതി. ദ സ്ട്രേഞ്ച് ബ്രീസ്. സ്ട്രേഞ്ച് എന്ന് വെച്ചാൽ അപരിചിതമായ, ബ്രീസ് എന്ന് വെച്ചാൽ ഇളം കാറ്റ്. ഓക്കെ, തെന്നൽ എന്ന് പറയില്ലേ, അത് കേട്ടോ. സഡൻലി എ വാം ബ്രീസ് സ്വെപ്റ്റ് ത്രൂ എ വില്ലേജ് ആൻഡ് മെയ്ഡ് ദ എയർ ഫീൽ ഡിഫറെൻറ്റ് ആൻഡ് മാജിക്കൽ. അങ്ങനെ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു നനുത്ത കാറ്റ് വീശി, ഒരു ഇളം ചൂടുള്ള കാറ്റ് വീശി. ദാറ്റ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ്. സ്വെപ്റ്റ് എന്ന് വെച്ചാൽ തൂത്തുവാരി, അടിച്ചുവാരി എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പം എന്താണ്, വില്ലേജിലൂടെ മുഴുവനായിട്ട് ആ കാറ്റ് വീശി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദാറ്റ് മെയ്ഡ് ദ എയർ ഫീൽ ഡിഫറെൻറ്റ് ആൻഡ് മാജിക്കൽ. അവർക്ക് എന്തായി, ആ കാറ്റ് വീശിയ സമയത്ത് അവിടെയുള്ള എയറും എന്താണ്, അറ്റ്മോസ്ഫിയർ ഒക്കെ എന്താണ്, ഒരു പ്രത്യേകമായിട്ട് വേറെന്തോ മാജിക്കലായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നി. എവ്രി വൺ ലുക്ക്ഡ് അപ്വേർഡ്. എല്ലാവരും മുകളിലേക്ക് നോക്കി. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. എന്ത് മനോഹരമായ കാഴ്ച. ദെയർ ഐസ് വൈഡൻഡ് ഇൻ വണ്ടർ. അവരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വൈഡൻഡ് ആയി, അതായത് കണ്ണുകൾ ഒന്നുകൂടെ തുറക്കുമല്ലോ, അതിനെയാണ് കുറച്ചുകൂടെ വൈഡായി, കുറച്ചുകൂടെ വലുതായിട്ട് ഓപ്പൺ ആയി. കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ ഫ്ലട്ടറിങ് ലൈക്ക് ബട്ടർഫ്ലൈസ്. അപ്പം എന്താണ്, ആകാശത്ത് നിന്ന് കളർഫുൾ റിബൺസ്, നല്ല വ്യത്യസ്ത നിറങ്ങളിലുള്ള റിബണുകൾ താഴേക്ക് വീഴാൻ തുടങ്ങി. ദോസ് ഫ്ലട്ടറിങ് ലൈക്ക് ബട്ടർഫ്ലൈസ്. പൂമ്പാറ്റകളെ പോലെ അവ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ ആൻഡ് റെഡ് വൺസ് സ്പൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. ബ്ലൂ റിബൺസ് എന്താണ്, താഴേക്ക് പതുക്കെ ഡ്രിഫ്റ്റ് ചെയ്തു, ഒഴുകി പോവാനായിട്ട് തുടങ്ങി. ആൻഡ് റെഡ് വൺസ് സ്പൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. റെഡ് വൺസ്, സ്പൺ എന്ന് വെച്ചാൽ സ്പിന്നിൻ്റെ പാസ്റ്റാണ് സ്പൺ. ഓക്കെ, സ്പിൻ എന്ന് വെച്ചാൽ തുന്നി ചേർത്തു. ഒരു മാജിക്കൽ ടോപ്പ് പോലെ റെഡ് വൺസ് ഇങ്ങനെ തുന്നി ചേർത്തതുപോലെ തോന്നി. യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് ഷെഡിങ് ഓട്ടം ലീവ്സ്. യെല്ലോ റിബൺസ് എങ്ങനെയാണ്, ശരത്കാലത്തിൽ, ഓട്ടം എന്ന് വെച്ചാൽ ശരത്കാലം. ഓക്കെ, ശരത്കാലത്തിൽ എന്താണ്, അതായത് ഇല പൊഴിയുന്ന കാലം ഉണ്ടല്ലോ, ആ കാലത്തിൽ എന്തായിരിക്കും, മഞ്ഞ ഇലകളൊക്കെ പഴുത്ത് ഇങ്ങനെ വീഴാനായിട്ട് തുടങ്ങല്ലോ. അതുപോലെ ഇങ്ങനെ ഇലകൾ വീഴുന്നത് പോലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തു, ഇങ്ങനെ ഒഴുകി നടന്നു. ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ്. പച്ച നിറത്തിലുള്ള റിബണുകൾ, ഗ്രീൻ റിബണുകൾ എങ്ങനെയാണ്, നല്ല ഫ്രഷ് ഗ്രാസ്, പുല്ലുകൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് പോലെ താഴേക്ക് ഇങ്ങനെ വീഴാനായിട്ട് തുടങ്ങി. അതിന് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കൂ. Question 1, വാട്ട് ഹാപ്പൻ വെൻ ദ ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ്? ആ വില്ലേജിലൂടെ ആ നനുത്ത കാറ്റ് വീശി അടിച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? When the breeze swept through the village, made the air feel different and magical. അപ്പോൾ അന്തരീക്ഷം എന്തായി, മാജിക്കലായിട്ട്, ഡിഫറെൻ്റ് ആയിട്ട്, മാജിക്കലായിട്ട് മാറി. Which sentence in the story shows that the people were surprised? ഈ കഥയിൽ ആളുകൾ സർപ്രൈസ്ഡ് ആയി എന്ന് സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് ഏതാണ്? Wow, what a beautiful sight. Their eyes widened in wonder. ഈ സെൻറ്റൻസ് ആണ് അത് സൂചിപ്പിക്കുന്നത്. അവരുടെ കണ്ണുകൾ കുറച്ചുകൂടെ അവർ എന്താണ്, അത്ഭുതത്തോടു കൂടിയിട്ട് നോക്കി എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് കേട്ടോ. റിബൺസ് ഓഫ് വണ്ടർ. ഇനി അത്ഭുതത്തിൻ്റെ എന്താണ്, റിബണുകൾ. ഓക്കെ, ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗോളി ഗ്രാബ് ദ റിബൺസ്. അപ്പോൾ ഈ റിബണുകൾ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള റിബണുകൾ ആകാശത്തുനിന്ന് താഴേക്ക് വീഴുന്നത് കണ്ടപ്പോൾ വില്ലേജേഴ്സിന് അത്ഭുതമായിട്ട് അവരെന്ത് ചെയ്തു, അതിനടുത്തേക്ക് ഓടിയിട്ട് അതെല്ലാം ഈഗോളി, ആകാംക്ഷയോട് കൂടിയിട്ട് ഗ്രാബ് ചെയ്തു, പിടിച്ചെടുക്കാനായിട്ട് തുടങ്ങി. ദേ ടൈഡ് ദം അറൗണ്ട് ദംസെൽസ്. അവർ അതിൻ്റെ ചുറ്റും, അവരുടെ ശരീരത്തിന് ചുറ്റും ഇങ്ങനെ വയറിലായിട്ട് വെക്കാനായിട്ട് തുടങ്ങി. ടൈഡ് എന്ന് വെച്ചാൽ കൂട്ടിക്കെട്ടി. The colors of the ribbons seemed to spread on their skin. അപ്പോൾ അവർ ഓരോരുത്തരും ഏത് റിബണാണോ എടുത്തത് ആ റിബണിൻ്റെ കളറായിട്ട്, നിറമായിട്ട് അവർ മാറാനായിട്ട് തുടങ്ങി. അവരുടെ സ്കിന്ന്, അവരുടെ തൊലിയെല്ലാം ആ നിറമായിട്ട് മാറാനായിട്ട് തുടങ്ങി.
അതായത് റെഡ് കളർ എടുത്തവർ റെഡ് നിറത്തിലായി, ബ്ലൂ കളർ എടുത്തവർ ബ്ലൂ നിറത്തിലായി, അങ്ങനെ അങ്ങനെ മാറാനായിട്ട് തുടങ്ങി. ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ദ സ്കൈ. ലില്ലി ബ്ലൂ റിബൺ ആയിരുന്നു എടുത്തത്, അത് അവളെ ഒരു ആകാശത്തിലേക്ക് റിസംബ്ലൻസ് കൊടുത്തു. റിസംബിൾ എന്ന് വെച്ചാൽ സാദൃശ്യമുള്ളതാക്കി മാറ്റി. മാക്സ് റെഡ് റിബൺ മെയ്ഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ. മാക്സ് എടുത്തത് റെഡ് റിബൺ ആയിരുന്നു, അതവനെ ഒരു അസ്തമയ സൂര്യന്റെ രശ്മികളെ പോലെ ചുവന്ന നിറത്തിലുള്ളതാക്കി മാറ്റി. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. മിയയുടെ ഗ്രീൻ റിബണ് അവളെ സമൃദ്ധമായ ഒരു ഫോറസ്റ്റിന്റെ പച്ച നിറമാക്കി മാറ്റി. ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സ്കൈ. ലിയോയുടെ യെല്ലോ റിബൺ അവനെ സൂര്യനെ പോലെ തിളങ്ങുന്ന മഞ്ഞ നിറമാക്കി മാറ്റി. ദ ഡാൻസ്ഡ് ആൻഡ് പ്ലേഡ്. അവരെല്ലാവരും നൃത്തം ചെയ്ത് പാട്ടുപാടി നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങി. ഇറ്റ് ലുക്ക് ലൈക്ക് വൈബ്രന്റ് പ്ലൂംസ് ഓഫ് എ പീകോക്ക്. അപ്പോൾ അവരെ കാണുമ്പോൾ എന്താണ്? വൈബ്രന്റ് പ്ലൂംസ് ഓഫ് പീകോക്ക്, ഊർജ്ജസ്വലമായിട്ടുള്ള മയിൽപ്പീലികളെ പോലെ, മയിലിന്റെ തൂവലുകളെ പോലെ. മയിൽപ്പീലി അറിയാലോ, വ്യത്യസ്ത നിറത്തിലാണ് മയിൽപ്പീലി ഇങ്ങനെ ഉണ്ടായിരിക്കുക അല്ലെ, തിളങ്ങുന്ന പോലെ. അപ്പോൾ അതുപോലെ ആക്കി അവരെ മാറ്റി. ക്വസ്റ്റ്യൻസ് നോക്കൂ. ക്വസ്റ്റ്യൻ 1, വാട്ട് ഹാപ്പൻ വെൻ ദേ ടൈഡ് ദ റിബൺസ് അറൗണ്ട് ദെയർ ബോഡി. അവർ ഓരോ റിബണും അവരുടെ ശരീരത്തിന് കുറുകെ കെട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ദ കളർ ഓഫ് ദ റിബൺ സീം ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. അവർ ഏത് റിബണാണോ കെട്ടിയത് ആ റിബണിന്റെ നിറമായിട്ട് അവരുടെ സ്കിന്ന് മാറി. ക്വസ്റ്റ്യൻ 2, വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺസ് ബ്രിങ് ഇൻ ദ പീപ്പിൾ. ആ റിബണ് ജനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോരുത്തരിലും വരുത്തിയത്? ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ദ സ്കൈ. ലില്ലിയുടെ നീല റിബൺ അവളെ ആകാശത്തോട് സാദൃശ്യപ്പെടുത്തി. മാക്സ് റെഡ് റിബൺ മെയ്ഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ. മാക്സിനെ ആ റിബണ് അസ്തമയ സൂര്യന്റെ ചുവപ്പ് നിറമാക്കി മാറ്റി. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. മിയയുടെ ഗ്രീൻ റിബൺ അവളെ സമൃദ്ധമായ ഒരു കാടിന്റെ പച്ച നിറമാക്കി മാറ്റി. ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. ലിയോയുടെ യെല്ലോ റിബണ് ഒരു തിളങ്ങുന്ന സൂര്യന്റെ മഞ്ഞ നിറമാക്കി അവനെ മാറ്റി. വാൾസ് ഓഫ് കളേഴ്സ്. ഇനി നിറങ്ങളുടെ മതിലുകൾ. ബട്ട് സൂൺ എ കോൾഡ് വിൻഡ് ബ്ലൂ ത്രൂ ദ വില്ലേജ്. അങ്ങനെ അധികം വൈകാതെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അധികം വൈകാതെ ഒരു തണുത്ത കാറ്റ് വീശി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദെയർ അപ്പിയറൻസസ്. അത് അവരുടെ രൂപം തന്നെ ആകെ മാറ്റിക്കളഞ്ഞു. ഐ ആം ബ്ലൂ, ലില്ലി ക്രൈഡ്. ഞാൻ നീലയായി, ലില്ലി കരഞ്ഞു. ഐ ആം റെഡ്, മാക്സ് ഷൗട്ടഡ്. ഞാൻ ചുവപ്പായി എന്ന് പറഞ്ഞ് മാക്സ് ഉച്ചത്തിൽ പറഞ്ഞു. വി ലുക്ക് സോ ഡിഫറെൻറ്റ്, ലിയോ സെഡ് ഫ്രൈറ്റൻ. നമ്മൾ ആകെ മാറിപ്പോയിരിക്കുന്നു എന്ന് ലിയോ ഫ്രൈറ്റൻഡ് ആയിട്ട് പേടിച്ച് പറഞ്ഞു. ദ പീപ്പിൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് മൂവ്ഡ് ടു ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്. അങ്ങനെ ആളുകൾ, ഓരോ നിറത്തിലുള്ള ആളുകൾ എന്ത് ചെയ്തു? ഓരോ ഗ്രൂപ്പുകളായിട്ട് മാറി നിൽക്കാനായിട്ട് തുടങ്ങി. റെഡ് നിറത്തിലുള്ളവരെല്ലാം ഒരു ഗ്രൂപ്പ്, ബ്ലൂവിലുള്ളവരെല്ലാം മറ്റൊരു ഗ്രൂപ്പ്, ഗ്രീനിലുള്ളവരെല്ലാം മറ്റൊരു ഗ്രൂപ്പ്, യെല്ലോയിലുള്ളവരെല്ലാം മറ്റൊരു ഗ്രൂപ്പ്, അങ്ങനെയായിട്ട് മാറി നിൽക്കാനായിട്ട് തുടങ്ങി. മാക്സ് വിത്ത് ഹിസ് റെഡ് റിബൺ ടോൾഡ് ദ വൺസ് ഹു ഹാഡ് റെഡ് റിബൺസ് വി നീഡ് ടു സ്റ്റിക്ക് ടുഗെദർ. മാക്സ് തൻ്റെ റെഡ് നിറത്തിലുള്ള മറ്റുള്ളവരോട് എന്ത് പറഞ്ഞു? വി നീഡ് ടു സ്റ്റിക്ക് ടുഗെദർ, നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. ലില്ലി വിത്ത് ഹെർ ബ്ലൂ റിബൺ സെഡ് വി നീഡ് ടു സ്റ്റേ സേഫ്. ലില്ലി എന്ത് പറഞ്ഞു? നീല നിറമുള്ള ആളുകളോടെല്ലാം പറഞ്ഞു വി നീഡ് ടു സ്റ്റേ സേഫ്, നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു. ദ ഗ്രീൻ ആൻഡ് യെല്ലോ ഗ്രൂപ്പ്സ് ഡിഡ് ദ സെയിം. ഗ്രീനും യെല്ലോയും ഗ്രൂപ്പുകളൊക്കെ അതുപോലെ തന്നെ ചെയ്തു. ഈച്ച് ബിൽറ്റ് ബിഗ് വാൾസ് അറൗണ്ട് ദെയർ കോർണേഴ്സ്. ഓരോരുത്തരും ഇങ്ങനെ ഗ്രൂപ്പുകളായി നിന്ന ശേഷം അവരെല്ലാവരും അവർക്ക് ചുറ്റും ഒരു മതിൽ പണിയാനായിട്ട് തുടങ്ങി. അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കൂ. ക്വസ്റ്റ്യൻ 1, വൈ ഡിഡ് ദ പീപ്പിൾ ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട്. ആളുകൾ അവർക്ക് ചുറ്റും ഒരു വലിയ മതിൽ പണിതത് എന്തിനായിരുന്നു? ദ പീപ്പിൾ ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട് ദം ബിക്കോസ് ദേ വാണ്ടഡ് ടു സ്റ്റിക്ക് ടുഗെദർ ആൻഡ് സ്റ്റേ സേഫ്. കാരണം അവർക്ക് ഒരുമിച്ച് നിന്ന് സുരക്ഷിതമായിട്ട് അവർക്ക് ആ ഒരു ഗ്രൂപ്പിനെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ മതിലുകൾ പണിതത്. ക്വസ്റ്റ്യൻ 2, ഡു യു എഗ്രി വിത്ത് ദെയർ ഡിസിഷൻ? വൈ. നിങ്ങൾ അവരുടെ ഡിസിഷനോട്, തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ? വൈ, എന്തുകൊണ്ട്? നോ, ഐ ഡിസഗ്രി വിത്ത് their decision because the peace and unity of the village has disappeared. ഞാൻ അവരുടെ തീരുമാനത്തോട് യോജിക്കുന്നില്ല. കാരണം ആ വില്ലേജേഴ്സിൻ്റെ പീസും സമാധാനവും അവരുടെ യൂണിറ്റി, ഒരുമയും ഒക്കെ ഈ ഒരു തീരുമാനത്തോട് കൂടിയിട്ട് അവരിങ്ങനെ ഗ്രൂപ്പുകളായി വോള് കെട്ടിയതോട് കൂടിയിട്ട് ഇല്ലാതാവുകയാണ് ചെയ്തത്. എ ട്രബിൾ അൺഫോൾഡ്സ്. ഇനി ഒരു പ്രശ്നം, ട്രബിൾ എന്ന് വെച്ചാൽ പ്രശ്നം, പ്രോബ്ലം തുടങ്ങുകയാണ്, അൺഫോൾഡ് തുറക്കുകയാണ്. ഡേയ്സ് പാസ്റ്റ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവരൊക്കെ ഇപ്പോൾ ഓരോ മതിലിന് മതിലിനുള്ളിൽ ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് അല്ലേ ഈ വില്ലേജസ് ഒക്കെ ഉള്ളത്. അങ്ങനെ ഡേയ്സ് പാസ്റ്റ്, ദിവസങ്ങൾ കടന്നുപോയി. ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. റെഡ് ഗ്രൂപ്പിന് വാട്ടർ ഉണ്ട്, അവർക്ക് വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഫുഡില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഐ ആം ഹംഗ്രി, മാക്സ് കംപ്ലൈൻറ്റ്. എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് മാക്സ് പരാതി പറയാനായിട്ട് തുടങ്ങി.
ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ. ബ്ലൂ ഗ്രൂപ്പിന് ഫുഡ് ഉണ്ടായിരുന്നു കയ്യിൽ, പക്ഷേ വാട്ടർ ഇല്ല, വെള്ളം ഉണ്ടായിരുന്നില്ല. ഐ ആം തേഴ്സ്റ്റി, ലില്ലി സെഡ്. എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്ന് ലില്ലി പറഞ്ഞു. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ. ഗ്രീൻ ഗ്രൂപ്പിന് എന്തുണ്ട്? വുഡ് ഉണ്ട്, മരം ഉണ്ട് കയ്യിൽ, പക്ഷേ ഷെൽട്ടർ ഇല്ല, അവർക്ക് അഭയമില്ല, നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. വി ആർ വെറ്റ്, മിയ റിപ്പോർട്ടഡ്. നമ്മൾ നനയുന്നുണ്ടെന്ന് മിയ പറയാനായിട്ട് തുടങ്ങി. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർവുഡ്. യെല്ലോ ഗ്രൂപ്പിന് ഷെൽട്ടർ ഉണ്ട്, അവർക്ക് ഉള്ളിൽ താമസിക്കാനായിട്ട് വീടൊക്കെ ഉണ്ട്, പക്ഷേ ഫയർവുഡ് ഇല്ല, കത്തിക്കാനായിട്ട് വിറകുണ്ടായിരുന്നില്ല. ഐ ആം കോൾഡ്, ലിയോ ഷിവേർഡ്. ഞാൻ തണുക്കുന്നുണ്ട്, എനിക്ക് തണുക്കുന്നുണ്ടെന്ന് ലിയോ അത് പറഞ്ഞ് ലിയോ ഷിവേർഡ്, ലിയോ വിറക്കാനായിട്ട് തുടങ്ങി. ദ ക്രൈസ് ഫോർ ഹെൽപ്പ് സൗണ്ടഡ് ലൈക്ക് എ കോറസ്. ഇങ്ങനെ സഹായത്തിനായിട്ടുള്ള കരച്ചിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും, ഓരോ മതിലിനുള്ളിലുള്ള ഗ്രൂപ്പിൽ നിന്നും കോറസ് പോലെ, സംഘഗാനം പോലെ എന്തായി എന്ന് തുടങ്ങി, ഉയരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഓരോ ഗ്രൂപ്പിലെ ആളുകൾക്കും ഓരോ സംഭവങ്ങളില്ല അല്ലേ? ഫുഡില്ല, ചിലർക്ക് ഫുഡില്ല, ചിലർക്ക് വാട്ടർ ഇല്ല, ചിലർക്ക് വുഡില്ല, ചിലർക്ക് ഷെൽട്ടർ ഇല്ല. ഹിയറിംഗ് ദ ഹെൽപ്ലെസ് കോൾസ് എ സ്ട്രേഞ്ചർ അറൈവ്ഡ്. ഇങ്ങനെ സഹായത്തിനായിട്ടുള്ള വിളികൾ കേട്ടിട്ട് ഒരു സ്ട്രേഞ്ചർ അപ്രത്യക്ഷപ്പെട്ടു, ഒരു അറിയാത്തൊരു അപരിചിതന് അവിടെ എത്തിച്ചേർന്നു. വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്, ഹി ആസ്ക്ഡ്. നിങ്ങൾ എന്തിനാണ് ഒളിച്ചിരിക്കുകയും ഉറക്കെ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്ന് അയാൾ ചോദിച്ചു. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. വാട്ട് പ്രോബ്ലം ഡിഡ് ഈച്ച് ഓഫ് ദ കളേർഡ് ഗ്രൂപ്പ്സ് ഫേസ്. ഓരോ കളറിൻ്റെ ഗ്രൂപ്പുകാരും ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. റെഡ് ഗ്രൂപ്പിന് വാട്ടർ ഉണ്ട്, പക്ഷെ ഫുഡില്ല. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ. ബ്ലൂ ഗ്രൂപ്പിനോ ഫുഡ് ഉണ്ട്, പക്ഷേ വാട്ടർ ഇല്ല. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ. ഗ്രീൻ ഗ്രൂപ്പിന് വുഡ് ഉണ്ട്, മരത്തടി ഉണ്ട്, പക്ഷേ ഷെൽട്ടർ ഇല്ല, പക്ഷെ അവർക്ക് താമസിക്കാനൊരു സ്ഥലമില്ല. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർവുഡ്. യെല്ലോ ഗ്രൂപ്പിന് താമസിക്കാനൊരു സ്ഥലമുണ്ട്, പക്ഷേ ഫയർവുഡ് ഒന്നുമില്ല, വുഡൊന്നും തന്നെ ഇല്ല. പാത്ത് വേ ടു യൂണിറ്റി. ഇനി യൂണിറ്റിയിലേക്കുള്ള, അതായത് യൂണിറ്റി എന്ന് വെച്ചാൽ ഏകത്വം, ഒരുമ, അതിലേക്കുള്ള പാത്ത് വേ. വി ലിവ് ഓൺലി വിത്ത് ദോസ് ഓഫ് അവർ കളർ, സംവൺ റിപ്ലൈഡ്. ഞങ്ങളുടെ കളറിലുള്ളവരോട് കൂടെ മാത്രമാണ് ജീവിക്കുന്നത് എന്ന് ആരോ ഒരാൾ പറഞ്ഞു. വി നീഡ് ടു സർവൈവ്. ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങൾക്കും അതിജീവിക്കണം. ലില്ലി സ്പോക്ക് അപ്പ്. ലില്ലി ഉറക്കെ വിളിച്ചു പറഞ്ഞു. വി നീഡ് വാട്ടർ, ദ ബ്ലൂ ഗ്രൂപ്പ് സെഡ് ലൗഡ്ലി. ബ്ലൂ ഗ്രൂപ്പ് എന്ത് പറഞ്ഞു? ഉറക്കെ വിളിച്ചു പറഞ്ഞത് വി നീഡ് വാട്ടർ, ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഹു വിൽ ബ്രിങ് അസ് ഫുഡ്, ദ റെഡ് ഗ്രൂപ്പ് ആസ്ക്ഡ്. റെഡ് ഗ്രൂപ്പ് അയാളോട് ചോദിച്ചത് ഞങ്ങൾക്ക് ആരാണ് ഭക്ഷണം കൊണ്ട് തരിക എന്ന് ചോദിച്ചു. ഷെൽട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ അസ്, ദ ഗ്രീൻ ഗ്രൂപ്പ് സെഡ്. ഗ്രീൻ ഗ്രൂപ്പ് പറഞ്ഞത് ഷെൽട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ അസ്, ഷെൽട്ടർ ഞങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലമാണ് അത്യാവശ്യം. ദ ഗ്രീൻ ഗ്രൂപ്പ് സെഡ് വി നീഡ് വാംത്, ദ യെല്ലോ ഗ്രൂപ്പ് ഷൗട്ടഡ്. ഞങ്ങൾക്ക് ഇളം ചൂടെങ്കിലും വേണം, ചെറിയ ചൂട് വേണമെന്ന് യെല്ലോ ഗ്രൂപ്പ് പറഞ്ഞു. They all panicked. എല്ലാവരും പരിഭ്രാന്തരായിരുന്നു. ആൻഡ് they hopefully looked at the shining eyes of the stranger. അവർ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ സ്ട്രേഞ്ചറുടെ കണ്ണുകളിലേക്ക് നോക്കി. He smiled gently and advised. അയാൾ പതുക്കെ ഒന്ന് ചിരിച്ചിട്ട് അഡ്വൈസ് ചെയ്തു, ഉപദേശിച്ചു. ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ബി ഹാപ്പി. ഷെയർ വാട്ട് യു ഹാവ്, എന്താണ്? നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ അത് നിങ്ങൾ ഷെയർ ചെയ്യുക. ദെൻ യു വിൽ ബി ഹാപ്പി. അപ്പം നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനാവും എന്ന് അദ്ദേഹം പറഞ്ഞു. ഷെയർ ചെയ്യാനോ, പങ്കുവെക്കാനോ? ആസ്ക്ഡ് ദ പീപ്പിൾ ടുഗെദർ. അവരെല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. വി കനോട്ട്, ദേ സെഡ് ഫേംലി. ഞങ്ങൾക്കതിന് സാധിക്കില്ല എന്നവർ ഉറച്ചു പറഞ്ഞു. ദ സ്ട്രേഞ്ചർ സ്മൈൽഡ് ആൻഡ് സെഡ് ഷെയറിംഗ് ഇസ് ദ ഓൺലി വേ. ഈ സ്ട്രേഞ്ചർ എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ഷെയറിങ് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി. അതായത് വെള്ളമുള്ളവർ ഇല്ലാത്തവർക്ക് അത് കൊടുക്കുക, ഫുഡുള്ളവർ ഫുഡില്ലാത്തവർക്ക് കൊടുക്കുക, ഷെൽട്ടർ ഉള്ളവർ ഇല്ലാത്തവർക്ക് ഷെൽട്ടർ കൊടുക്കുക. അപ്പോൾ ഇത് മാത്രമാണ്, ഈ ഷെയറിങ് മാത്രമാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. Look at the questions. Question 1. Why did the people refuse to share their things? അവിടെയുള്ള ആളുകൾ അവരുടെ ആ വസ്തുക്കൾ അവർക്ക് ഉള്ളവരിൽ നിന്ന് ഇല്ലാത്തവർക്ക് ഷെയർ ചെയ്യാൻ റിഫ്യൂസ് ചെയ്തത്, ഒന്ന് മടിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ബിക്കോസ് ദേ ഓൺലി ലിവ് വിത്ത് ദോസ് ഓഫ് ദെയർ കളേഴ്സ്. കാരണം എന്താണ്? അവരുടെ കളർ എന്താണോ ആ കളറിലുള്ളവരോട് കൂടെ മാത്രമേ അവർ ജീവിക്കുന്നുള്ളൂ. ഇപ്പോൾ ബ്ലൂ ഉള്ളവർ ബ്ലൂവിലെ ആളുകളോട് കൂടെ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അവരോട് കൂടെ മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് റെഡ് കളറുള്ള ആളുകളോട് കൂടെ, അല്ലെങ്കിൽ യെല്ലോയോ ഗ്രീനോ കളറുള്ള ആളുകളോട് കൂടെ പോവാൻ അവർക്ക് എന്താവും അവരോട് കൂടെ പോയാൽ എന്നവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ ഫുഡും വാട്ടറൊക്കെ പരസ്പരം ഷെയർ ചെയ്യാനും മടിച്ചത്.
Question 2. What was the stranger's advice? ആ സ്ട്രേഞ്ചറുടെ അപരിചിതൻ്റെ അഡ്വൈസ് എന്തായിരുന്നു? അദ്ദേഹം കൊടുത്ത ഉപദേശം എന്തായിരുന്നു? ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് ഈസ് ദാറ്റ് ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ബി ഹാപ്പി. നിങ്ങളുടെ കയ്യിലുള്ളതെന്തോ അത് നിങ്ങൾ ഷെയർ ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഡ്വൈസ്. Question 3. If they don't listen to the stranger's advice, what might happen? അവിടെയുള്ള ആളുകൾ ഈ സ്ട്രേഞ്ചർ പറഞ്ഞ ഈ അഡ്വൈസ് കേൾക്കുന്നില്ല എങ്കിൽ അവിടെയുള്ളവരുടെ സ്ഥിതി എന്തായിത്തീരും? ദർ വിൽ ബി പാനിക് ആൻഡ് ഡിസ്യൂണിറ്റി എമംഗ് ദ പീപ്പിൾ. അവിടെ അവർക്ക് പരിഭ്രാന്തിയും അതുപോലെ ഡിസ്യൂണിറ്റിയും ഒരുമയും ഇല്ലാതായിത്തീരും. ഓക്കെ, ഡിസ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരുമയില്ലാത്ത അവസ്ഥ, യൂണിറ്റിയുടെ ഓപ്പോസിറ്റ്, അതും ഇല്ലാത്ത ജനതയായിട്ട് അവർ മാറും. ഓർ ദേ വിൽ ഡൈ, അവർ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. കാരണം എന്താണ്? അവർക്ക് പലർക്കും ഫുഡില്ല, വാട്ടർ ഇല്ല, അപ്പോൾ അതൊന്നും ഇല്ലാതെ അവർക്ക് ഒരിക്കലും ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഓർ ദേ മൈറ്റ് ബി ഡൈ. ഓക്കെ, അവർ ചിലപ്പോൾ മരിച്ചു പോവാനും സാധ്യതയുണ്ട്. ഡാൻസ് ഓഫ് കളേഴ്സ്. ദ വില്ലേജേഴ്സ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. ഈ സ്ട്രേഞ്ചർ ഇങ്ങനെ പറഞ്ഞപ്പോൾ വില്ലേജേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി. ദേ തോട്ട് ഫോർ എ വൈൽ, അവർ ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു. സ്ലോലി ദേ ബിഗാൻ ടു ഷെയർ വാട്ട് ദേ ഹാഡ്. പതുക്കെ അവർ അവരുടെ കയ്യിലുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട്, പങ്കുവെക്കാനായിട്ട് തുടങ്ങി. ദെൻ എ മിറാക്കിൾ ഹാപ്പൺ. അപ്പോൾ ഒരു മിറാക്കിൾ, ഒരു അത്ഭുതം സംഭവിച്ചു. എവ്രി വൺ ഗോട്ട് എവ്രിതിങ് ദേ നീഡഡ്. എല്ലാവർക്കും എന്താണോ വേണ്ടത് അതെല്ലാവർക്കും കിട്ടി. സ്ലോലി ഹാപ്പിനെസ് ബിഗാൻ ടു സ്പ്രെഡ് ഇൻ ദ എൻറ്റയർ വില്ലേജ്. പതുക്കെ ആ വില്ലേജ് മുഴുവനായിട്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ദേ പുൾ ഡൗൺ ദെയർ വാൾസ് ആൻഡ് കമ്പൈൻ ദെയർ റിബൺസ്. അവർ കെട്ടിയിട്ടുള്ള ആ മതിലൊക്കെ പൊളിച്ച് അവരുടെ റിബണൊക്കെ പരസ്പരം കമ്പൈൻ ചെയ്തു, കൂട്ടി യോജിപ്പിക്കാനായിട്ട് തുടങ്ങി. ഓൾ ദ റിബൺസ് ടുഗെദർ ടേൺഡ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ. ആ റിബണുകളെല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു വലിയ മനോഹരമായിട്ടുള്ള റെയിൻബോ ആയി മാറി, ഒരു മഴവില്ലായിട്ട് മാറി. ദ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ്, കോളിംഗ് ദംസെൽവ്സ് ദ റെയിൻബോ പീപ്പിൾ. അവിടെയുള്ള ആളുകളൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവരെ തന്നെ എന്ത് വിളിച്ചു? ദ റെയിൻബോ പീപ്പിൾ എന്ന് വിളിച്ചു, മഴവില്ലിൻ്റെ ആളുകൾ എന്ന് വിളിച്ചു. ദ റെയിൻബോ റിബൺ ബിക്കെയിം എ സിംബൽ ഓഫ് ദെയർ ന്യൂലി ഫൗണ്ട് യൂണിറ്റി ആൻഡ് ജോയ്. ഈ റെയിൻബോ റിബൺ, മഴവില്ലെ പോലെ മനോഹരമായിട്ടുള്ള ആ റിബൺ എന്തായി? അവരുടെ യൂണിറ്റിയുടെയും ഒരുമയുടെയും സന്തോഷത്തിൻ്റെയും സിമ്പലായിട്ട് മാറി, പ്രതീകമായി മാറി. ദ വാം ബ്രീസ് റിട്ടേൺഡ് ആൻഡ് ദ റെയിൻബോ പീപ്പിൾ ഫെൽറ്റ് ഹാപ്പി. ആ ചൂടുകാറ്റ് അവിടെ നിന്ന് ഇല്ലാതാവുകയും അവിടെയുള്ള ആളുകളൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും ചെയ്തു. ദ ലിവ്ഡ് ടുഗെദർ ഇൻ ഹാർമണി. അവരൊത്തൊരുമിച്ച് ഹാർമണിയോട് കൂടിയിട്ട്, ഐക്യത്തോട് കൂടിയിട്ട് ജീവിച്ചു. അപ്പം എങ്ങനെയുണ്ട് മക്കളെ സ്റ്റോറി? നല്ല കഥയാണല്ലേ? എല്ലാവർക്കും ഇഷ്ടമായല്ലോ? ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ദ വില്ലേജേഴ്സ് പുൾ ഡൗൺ ദെയർ വാൾസ്, വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? അവിടെയുള്ള വില്ലേജേഴ്സ് അവർ പരസ്പരം കെട്ടിയ മതിലുകളൊക്കെ പൊളിച്ച് നീക്കാനായിട്ട് തുടങ്ങി. ദെൻ അതിനുശേഷം എന്താണ് ഉണ്ടായത്? They combined their ribbons. All the ribbons together turned into a beautiful rainbow, and the people looked at the rainbow and danced, calling themselves the rainbow people. അവരുടെ കയ്യിലുള്ള റിബണുകളൊക്കെ കമ്പൈൻ ചെയ്തു. ആ റിബണ് ഒരു വലിയ റെയിൻബോ ആയിട്ട് മാറി, കളർഫുൾ ബ്യൂട്ടിഫുൾ റെയിൻബോ ആയിട്ട് മാറി. അവർ പരസ്പരം നോക്കിയിട്ട് അവരെ തന്നെ എന്ത് വിളിച്ചു? ദ റെയിൻബോ പീപ്പിൾ എന്ന് വിളിച്ചു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, വേർഡ് ഹണ്ട്. Look at the word together. Find as many words from this word. Write each word you get inside a star. You will get 5 stars if you write 5 words. Okay. അപ്പോൾ ടുഗെദർ എന്നുള്ള വേർഡ് കണ്ടല്ലോ, അതൊരൊറ്റ വേർഡാണ്. ആ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റ് വേർഡ്സ് ഏതൊക്കെയാണ്? TOGETHER, ഇത്രയും ലെറ്റേഴ്സ് ആണല്ലേ ടുഗെദറിലുള്ളത്. സോ ഈ ലെറ്റേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം വേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ സ്റ്റാറിൽ എഴുതി കൊടുക്കാം. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ഗോ. പിന്നെ ഹെർ, ടു, ഹി, ദർ, ഗെറ്റ്. ഈ വേർഡ്സ് എല്ലാം ഈ ടുഗെദർ എന്നുള്ള വേർഡ്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന വേർഡ്സ് ആണ് കേട്ടോ. ആക്ടിവിറ്റി 2, മൈ കളർ മൈ പ്രൈഡ്. The rainbow people are excited to talk about their new colors. What will they say about their colors? ഈ റെയിൻബോ പീപ്പിൾ അവർക്ക് കിട്ടിയിട്ടുള്ള, അവരുടെ ശരീരത്തിനൊക്കെ കിട്ടിയിട്ടുള്ള ആ പുതിയ കളറിനെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആ കളറിനെ കുറിച്ച് പറയാനുണ്ടായിരിക്കും? ഇവിടെ 2 നമുക്കവിടെ തന്നിട്ടുണ്ട്. ബ്ലൂ പറയുന്നത് നോക്കൂ. ഐ ആം ബ്ലൂ,
ഐ ആം ദ കളർ ഓഫ് ദ സ്കൈ. ഞാൻ ബ്ലൂ ആണ്, ഞാൻ ആകാശത്തിൻ്റെ കളറാണ്. ദ വേൾഡ്സ് ലാർജസ്റ്റ് ആനിമൽ ഹാസ് മൈ കളർ. ലോകത്തിലെ ഏറ്റവും വലിയ ആനിമലിന് എൻ്റെ കളറാണ് ബ്ലൂ വെയിൽ. ഓക്കെ, എൻ്റെ കളറാണ്. പിന്നെ നെക്സ്റ്റ് യെല്ലോ പറയുന്നത് നോക്കൂ. ഐ ആം യെല്ലോ, ഐ ഷൈൻ ലൈക്ക് ദ സൺ. ഞാൻ യെല്ലോ ആണ്, ഞാൻ ഒരു സണ്ണിനെ പോലെ ഷൈൻ ചെയ്യുന്നു. ഐ ആം ദ കളർ ഓഫ് സൺഫ്ലവർ. ഞാൻ സൺഫ്ലവറിൻ്റെ കളറാണ്. നൗ ലെറ്റ് സി വാട്ട് റെഡ് ആൻഡ് ഗ്രീൻ സേ അബൌട്ട് ദംസെൽസ്. ഇനി റെഡിനും ഗ്രീനും എന്തായിരിക്കാം പറയാനുള്ളത്? റെഡ് പറയുന്നത് നോക്കൂ. ഐ ആം റെഡ്, ഐ ആം ദ കളർ ഓഫ് റോസ്, ഐ ആം ദ കളർ ഓഫ് സ്ട്രോബെറി. ഞാൻ റെഡാണ്, ഞാൻ റോസ് പൂവിൻ്റെ നിറമാണ്, റോസാപ്പൂവിൻ്റെ നിറമാണ്, അതുപോലെ സ്ട്രോബെറിയുടെ നിറമാണ്. ഐ ആം ഗ്രീൻ, ഐ ആം ദ കളർ ഓഫ് ലഷ് ഗ്രാസ്, ഐ ആം ദ കളർ ഓഫ് നേച്ചർ. ഞാൻ ഗ്രീനാണ്, ഞാൻ നല്ല സമൃദ്ധമായ പുല്ലിൻ്റെ നിറമാണ് എനിക്ക്. ആൻഡ് ഐ ആം ദ കളർ ഓഫ് നേച്ചർ, പ്രകൃതിയുടെ നിറമാണ് എനിക്ക്. ആക്ടിവിറ്റി 3, ഫീലിംഗ്സ് ഇൻ വേർഡ്സ്. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ദ വേർഡ് വൗ ഷോസ് സർപ്രൈസ്. അതായത് എന്ത് മനോഹരമായ കാഴ്ച എന്നാണല്ലേ. അപ്പോൾ അതിന് നമ്മൾ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണുമ്പോൾ നമ്മൾ വാവ് സൂപ്പർ, വാവ് ബ്യൂട്ടിഫുൾ എന്ന് പറയില്ലേ. അപ്പോൾ ഈ വേർഡ് വാവ് എന്നുള്ളത് സർപ്രൈസിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ്. ഹിയർ ആർ സം വേർഡ്സ് ദാറ്റ് ഷോസ് ഡിഫറെൻറ്റ് ഇമോഷൻസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ബിലോ ദാറ്റ് മാച്ചസ് ദ സിറ്റുവേഷൻ. അപ്പോൾ നമുക്കിവിടെ താഴെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, നോക്കിക്കേ. ആ വേർഡ്സ് ഓരോ ഡിഫറെൻറ്റ് ഇമോഷൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി താഴെ നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ആ ഓരോ സിറ്റുവേഷൻസിലും ഇതിൽ ഏത് വേർഡ്സാണ് സ്യൂട്ടബിൾ ആവുന്നത് അത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡ്സ് നോക്കൂ മക്കളെ. വാവ്, അലാസ്, ഔച്ച്, യാ, ഹുറേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ നോക്കൂ. വി ഹാവ് പ്ലേഡ് വെരി വെൽ ഡാഷ് വി ലോസ് ദ ഗെയിം. നമ്മൾ നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചു, പക്ഷേ നമ്മൾ ആ ഗെയിം തോറ്റുപോയി. സോ അവിടെ അലാസ് എന്നാണ് വരിക, അയ്യോ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അലാസ് എന്നാണ് വരിക. നെക്സ്റ്റ് ഡാഷ് അവർ ടീം ഹാസ് വൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. നമ്മളുടെ ടീമാണ് ഇത്തവണ വേൾഡ് കപ്പ് ജയിച്ചത്. അപ്പോൾ ജയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിജയം കിട്ടുന്ന സമയത്ത് അവിടെ എന്താ പറയുക? ഹുറേ. ഓക്കെ, ഹുറേ, അവർ ടീം ഹാസ് വൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. നെക്സ്റ്റ് നോക്കൂ. ഡാഷ് വാട്ട് എ ഫാന്റാസ്റ്റിക് ക്യാച്ച്. വാവ്, വാട്ട് എ ഫാന്റാസ്റ്റിക് ക്യാച്ച്. അത്ഭുതമാണ് അല്ലേ, സർപ്രൈസ് ആണ്. സോ വാവ്, വാട്ട് എ ഫാന്റാസ്റ്റിക് ക്യാച്ച്. ഡാഷ് യു ഹിറ്റ് മൈ ഹാൻഡ്, ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. നിങ്ങൾ എൻ്റെ കയ്യിന് അടിച്ചല്ലോ, എനിക്ക് കൈ വേദനിക്കുന്നുണ്ട്. ഔച്ച് എന്നാണ് പറയുക. നമുക്ക് വല്ല പെയിൻ വരുമ്പോൾ ഔച്ച്, ഔച്ച്, യു ഹിറ്റ് മൈ ഹാൻഡ്, ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. ഓക്കെ, അവിടെ ഔച്ച് എന്നാണ് കേട്ടോ വരിക. അവസാനത്തെ നോക്കൂ. ഡാഷ് ബോബി യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ്. ബോബി, നിനക്ക് ഫസ്റ്റ് പ്രൈസ്, നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ അവിടെ എന്താ വരിക മക്കളെ? യാ ബോബി യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ്. ഓക്കെ, യാ ബോബി, നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഓരോ ഇമോഷൻസിൽ ചേർക്കേണ്ട വേർഡ്സ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 4, വി ഹാവ് സീൻ ദ പിക്ചർ ഓഫ് കളർഫുൾ റിബൺസ് ഫോളിങ് ഫ്രം ദ സ്കൈ. ഹിയർ ഈസ് അനദർ പിക്ചർ, ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് യു സീ. അപ്പോൾ നമ്മൾ ദ റെയിൻബോ പീപ്പിൾ എന്നുള്ള സ്റ്റോറിയിൽ സ്കൈയിൽ നിന്ന്, ആകാശത്ത് നിന്ന് ഒരുപാട് റിബൺസ് വീഴുന്നതായിട്ട് കണ്ടു അല്ലേ. ഇവിടെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതിന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, വിവരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ പിക്ചർ ദർ ആർ മെനി ചിൽഡ്രൻ പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. ഈ ചിത്രത്തിൽ ഒരുപാട് കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. ദേ ആർ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. അവർ വളരെ സന്തോഷത്തിലും എക്സൈറ്റഡുമാണ്. കളർഫുൾ ടോയ്സ്, റിബൺസ്, ബോൾസ് ആൻഡ് സ്വീറ്റ്സ് ആർ ഫോളിങ് ഫ്രം ദ സ്കൈ. വളരെ നല്ല ഭംഗിയുള്ള ടോയ്സും റിബണുകളും ബോളുകളും പിന്നെ മിഠായികളും ഒക്കെ, സ്വീറ്റ്സും ഒക്കെ ആകാശത്ത് നിന്ന് വീഴുന്നുണ്ട്. ദ ചിൽഡ്രൻ ആർ ട്രൈയിങ് ടു ക്യാച്ച് ദം. കുട്ടികളത് പെറുക്കിയെടുക്കാനും അല്ലെങ്കിൽ അത് പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സം ചിൽഡ്രൻ ഹാവ് ഓൾറെഡി പിക്ഡ് അപ്പ് ടോയ്സ് ആൻഡ് സ്വീറ്റ്സ്. ചില കുട്ടികൾ മിഠായും ടോയ്സൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ദർ ഈസ് എ മങ്കി സിറ്റിംഗ് ഓൺ ദ ട്രീ ആൻഡ് ലുക്കിംഗ് അറ്റ് ദ ചിൽഡ്രൻ. അവിടെ മരത്തിൽ ഒരു മങ്കി ഇരുന്ന് കുട്ടികൾ ചെയ്യുന്നത് നോക്കി കാണുന്നുണ്ട്. വൺ ബോയ് ഈസ് ഹോൾഡിംഗ് എ റാപ്ഡ് ഗിഫ്റ്റ് ബോക്സ്. ഒരു ആൺകുട്ടി ഒരു പൊതിഞ്ഞ സമ്മാനപ്പൊതി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അനദർ ബോയ് ഈസ് റീച്ചിങ് അപ്പ് ടു ക്യാച്ച് എ ഫോളിംഗ് റെഡ് ബോൾ. ഒരു ആൺകുട്ടി താഴേക്ക് വീഴുന്ന ഒരു ചുവന്ന ബോള് പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എ ഗേൾ ഈസ് ബെൻഡിങ് ഡൗൺ ടു പിക്ക് അപ്പ് ക്യാൻഡീസ്. ഒരു പെൺകുട്ടി താഴെ കിടക്കുന്ന മിഠായികൾ എടുക്കാനായിട്ട് കുനിയുന്നുണ്ട്. അനദർ ഗേൾ ഈസ് ഹോൾഡിങ് എ നെക്ലേസ് ദാറ്റ് വാസ് ഫോളൻ. മറ്റൊരു പെൺകുട്ടി താഴേക്ക് വീണ നെക്ലേസ് എടുത്തിട്ട് കയ്യിൽ പിടിച്ച് നോക്കുന്നുണ്ട്. ദ സ്കൈ ഈസ് ബ്ലൂ. ആകാശം നീല നിറത്തിലാണുള്ളത്. ഓൾ ചിൽഡ്രൻ ആർ വെരി ഹാപ്പി. എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിലാണ് ഉള്ളത്. ആക്ടിവിറ്റി 5 നോക്കൂ. കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ. ഹിയർ ദ വേർഡ് കളർഫുൾ ഡിസ്ക്രൈബ്സ് ദ റിബൺ.
ഇവിടെ കണ്ടോ, കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്ന് നല്ല മനോഹരമായിട്ടുള്ള നിറങ്ങളിലുള്ള റിബണുകൾ താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഇവിടെ കളർഫുൾ എന്നുള്ളത് ഒരു ഡിസ്ക്രൈബിംഗ് വേർഡാണ്. റിബണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, റിബണിനെ വർണ്ണിക്കുന്ന ഒരു വേർഡാണ് കളർഫുൾ. സം ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ബൈ ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ലിസ്റ്റ്. നമുക്ക് താഴെ ഇനി കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് തന്നിട്ടുണ്ട്, കുറച്ച് സെൻറ്റൻസുകളും തന്നിട്ടുണ്ട്. ഈ ഓരോ സെൻറ്റൻസിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ് അതിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നോക്കൂ. ബ്രൈറ്റ്, സാൻഡി, ബിഗ്, ഷൈനി, വാം. ബ്രൈറ്റ് എന്ന് വെച്ചാൽ നല്ല തെളിച്ചമുള്ള, സാൻഡി എന്ന് വെച്ചാൽ മണൽ നിറഞ്ഞ, ബിഗ് എന്ന് വെച്ചാൽ വലുത്, ഷൈനി നല്ല തിളക്കമുള്ള, വാം എന്ന് വെച്ചാൽ ഇളം ചൂടുള്ള. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ ഓരോ സെൻറ്റൻസിനും ഫിൽ ചെയ്ത് കൊടുക്കണം. ഏത് ഡിസ്ക്രൈബിംഗ് വേർഡാണോ അത് ഫിൽ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വൺ നോക്കൂ. വൺ ഡേ നേഹ ആൻഡ് ഹെർ ബ്രദർ റോഹൻ വെൻറ്റ് ടു എ ഡാഷ് ബീച്ച്. ഒരു ദിവസം നേഹയും അവളുടെ ബ്രദറും കൂടിയിട്ട് ബീച്ചിലേക്ക് പോയി. എങ്ങനെയുള്ള ബീച്ച്? സാൻഡി ബീച്ച് ആയിരിക്കും അല്ലേ, മണൽ നിറഞ്ഞ ബീച്ചിലേക്ക് പോയി. ദ സ്കൈ വാസ് ഡാഷ് ആൻഡ് ദ വാട്ടർ സ്പാർക്കിൾ അണ്ടർ ദ ഡാഷ് സൺ. ദ സ്കൈ വാസ് ബ്രൈറ്റ്, ആകാശം നല്ല തെളിഞ്ഞതാണ്. ആൻഡ് ദ വാട്ടർ സ്പാർക്കിൾഡ് അണ്ടർ ദ ഡാഷ് സ്കൈ, വെള്ളം സൂര്യന് താഴെയുള്ള വെള്ളം സ്പാർക്കിൾഡ്, തിളങ്ങി അല്ലെങ്കിൽ തെളിഞ്ഞു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പം അണ്ടർ ദ ഡാഷ് സൺ, എന്ത് സണ്ണായിരിക്കും? അണ്ടർ ദ ഷൈനി സൺ. ഓക്കെ, അണ്ടർ ദ ഷൈനി സൺ. ദേ മേഡ് എ ഡാഷ് സാൻഡ് കാസിൽ. അവരെങ്ങനെയുള്ള സാൻഡ് കാസിലായിരിക്കും? ദേ മേഡ് എ ബിഗ് സാൻഡ് കാസിൽ, വലിയൊരു മണൽ കൊണ്ടുള്ള കൊട്ടാരം നിർമ്മിച്ചു. ആൻഡ് കളക്റ്റഡ് ഡാഷ് ഷെൽസ്, എങ്ങനെയുള്ള ഷെൽസ് കളക്ട് ചെയ്തിരിക്കും? ആൻഡ് കളക്റ്റഡ് വാം ഷെൽസ്, ഇളം ചൂടുള്ള ഷെൽസ് ഫ്രം ദ ഷോർ, തീരത്ത് നിന്ന് അവർ കളക്ട് ചെയ്തു. നേഹ സെഡ് ദിസ് ഈസ് ദ മോസ്റ്റ് അമേസിംഗ് ഡേ എവർ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കൊടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഇനി ഇതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഫൈൻഡ് ഔട്ട് മോർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ദം ബിലോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറച്ചുകൂടെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പാഠത്തിലുള്ള ചില ഡിസ്ക്രൈബിംഗ് വേർഡ്സ് തന്നെയാണ് തരുന്നത്. റെയിൻബോ പീപ്പിൾ എന്നതിൻ്റെ റെയിൻബോ, സാൻഡി, വാം, പീസ്ഫുൾ, കാം, ബ്രൈറ്റ്, വൈഡ്, ക്ലിയർ, ബ്യൂട്ടിഫുൾ, കളർഫുൾ, ഫ്ലട്ടറിങ്, ബ്ലൂ, റെഡ്, യെല്ലോ, ഗ്രീൻ, ഫ്രഷ്, ഷൈൻ, വൈബ്രൻറ്റ്. ഇതൊക്കെ നമുക്ക് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ചില ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്. അപ്പം മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് റെയിൻബോ പീപ്പിൾ എന്നുള്ള ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ചാപ്റ്ററും അതിൽ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്